ഹായ് ഓൾ, വെൽക്കം ടു എഡ്യൂ ലൈൻ. നമ്മൾ എൽ ആർ പാഴ്സിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എൽ ആർ പാഴ്സിങ്ങിനെ കുറിച്ച് പറഞ്ഞു. എൽ ആർ പാഴ്സിങ് നമുക്ക് 4 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. LR0 ഉണ്ട്, CLR ഉണ്ട്, SLR ഉണ്ട്, LALR ഉണ്ട് അല്ലെ. അപ്പൊ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ്. അപ്പോ നമ്മൾ എൽ ആർ പാഴ്സർ എന്ന് പറയുമ്പോഴത്തേക്കിനും എന്താണ്, അവിടെ പാഴ്സിങ് ടേബിൾ ഏത് എൽ ആർ പാഴ്സർ നമ്മൾ മെത്തേഡ് നമ്മൾ കൺസിഡർ ചെയ്താലും അവിടെ പാഴ്സിങ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു രീതിക്ക് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. ഓക്കെ, ബാക്കി എല്ലാ കമ്പോണൻസും സെയിം ആയിരിക്കും. അപ്പൊ ആ കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ് അല്ലെ. സോ നമ്മൾ ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മൾ എല്ലാ പാഴ്സിംഗ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് എന്തൊക്കെയാന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഇനി ഇവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ പാഴ്സിംഗ് ടേബിൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. എന്തൊക്കെ കാര്യങ്ങളാണെന്ന് ഒരു എല്ലാ പാഴ്സിംഗ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. അതിൽ ആദ്യമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഓഗ്മെന്റഡ് ഗ്രാമർ എന്ന് പറഞ്ഞ ഒരു ഗ്രാമറിനെ കുറിച്ചാണ്. ഓഗ്മെന്റഡ് ഗ്രാമർ. ഓക്കെ, ഓഗ്മെന്റഡ് ഗ്രാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രൊഡക്ഷൻ റൂൾ ഇങ്ങനെ ആയിരിക്കും വരുന്നത്: എസ് ഡാഷ് ടെൻസ് ടു എസ്. അതായത് നമ്മുടെ സ്റ്റാർട്ട് സിമ്പലിനെ ഡാഷ് ഇട്ടിട്ട് ടെൻസ് ടു ആ സ്റ്റാർട്ട് സിമ്പൽ എന്ന് എഴുതി കഴിഞ്ഞാൽ ആ ഒരു പ്രൊഡക്ഷൻ റൂൾ ഉൾപ്പെടുന്ന ഗ്രാമറിനെ പറയുന്ന പേരാണ് ഓഗ്മെന്റഡ് ഗ്രാമർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പം ഇതാണ് നമ്മുടെ പ്രൊഡക്ഷൻ റൂൾ. ഇവിടെ ഇത്ര നമുക്ക് പ്രൊഡക്ഷൻ റൂൾ തന്നിട്ടുണ്ട്. നമ്മുടെ പ്രൊഡക്ഷൻ റൂളിന്റെ ഓഗ്മെന്റഡ് ഗ്രാമർ നമ്മൾ എഴുതാൻ പോവാണ്. ഓക്കെ, അപ്പം നമ്മൾ എങ്ങനെ എഴുതുന്നത്? അതായത് സ്റ്റാർട്ട് സിമ്പൽ എടുക്കുക. സ്റ്റാർട്ട് സിമ്പൽ എന്താണ്? ഈ ഗ്രാമറിന്റെ ഇ ആണ് അല്ലെ. അപ്പോൾ നമുക്ക് എഴുതാം ഇ ഡാഷ് എന്ന് എഴുതാം. ഇ ഡാഷ് ടെൻസ് ടു ഇ എന്ന് നമ്മൾ എഴുതണം. ഓക്കെ, അതായത് ആ സ്റ്റാർട്ട് സിമ്പൽ ഡാഷ് ടെൻസ് ടു സ്റ്റാർട്ട് സിമ്പൽ എന്ന് എഴുതണം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? ബാക്കി അതുപോലെ തന്നെ, ബാക്കി കിടക്കുന്ന ഗ്രാമർ റൂൾസ് എല്ലാം അതുപോലെ തന്നെ നമ്മൾ എഴുതണം. ഓക്കെ, അപ്പോൾ ഇ ടെൻസ് ടു ഇ പ്ലസ് ടി, ഇ പ്ലസ് ടി ഓർ ടി, then e tends to t tends to t into f or f, then last one f tends to open bracket e closed bracket or id. Okay, so ഈ ഗ്രാമറിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇതാണ് നമ്മുടെ ഓഗ്മെന്റഡ് ഗ്രാമർ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓഗ്മെന്റഡ് ഗ്രാമർ. ഓക്കെ, അപ്പൊ ഓഗ്മെന്റഡ് ഗ്രാമർ എങ്ങനെയാ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു സ്പെഷ്യൽ പ്രൊഡക്ഷൻ റൂൾ നമ്മൾ അങ്ങോട്ട് ആഡ് ചെയ്യുകയാണ്. നമുക്ക് തന്ന ക്വസ്റ്റിനകത്തോട്ട് നമ്മൾ ഒരു സ്പെഷ്യൽ പ്രൊഡക്ഷൻ റൂൾ ആഡ് ചെയ്യുക. അതായത് എങ്ങനെയാണ്? എസ് ഡാഷ് ടെൻസ് ടു എസ്. ഓക്കെ, ഈ ഒരു സ്റ്റൈലിലായിരിക്കും ആ പ്രൊഡക്ഷൻ വരിക. അപ്പം ഈ എസ് എന്ന് പറയുന്നത് എന്താണ്? എസ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാർട്ട് സിമ്പിൾ ആണ്. അതായത് ആ സ്റ്റാർട്ട് സിമ്പിൾ ഏത് സ്റ്റാർട്ട് സിമ്പിൾ ആണോ അത് ഡാഷ് ടെൻസ് ടു ആ സ്റ്റാർട്ട് സിമ്പിൾ. ഇങ്ങനെ ഒരു പ്രൊഡക്ഷനൂടെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ വരുന്ന ഗ്രാമറിനെ പറയുന്ന പേരാണ് ഓഗ്മെന്റഡ് ഗ്രാമർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നമ്മുടെ ഓഗ്മെന്റഡ് ഗ്രാമർ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. നമ്മൾ എല്ലാ പാഴ്സ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഓഗ്മെന്റഡ് ഗ്രാമർ ക്രിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് LR0 ഐറ്റംസ് എന്ന് പറയും. LR0 ഐറ്റംസ്. ഓക്കെ, അതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്, ഈ പറയുന്ന LR0 ഐറ്റം. ഓക്കെ, ഇനി എന്താണ് ഈ ഐറ്റം എന്ന് പറയുന്നത്? അല്ലെങ്കിൽ LR0 ഐറ്റം അല്ലെങ്കിൽ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് തന്നിരിക്കുന്ന പ്രൊഡക്ഷൻ റൂളിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒരു ഡോട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഡോട്ട് സിമ്പൽ കൊടുത്തു കഴിഞ്ഞാൽ അതിനാണ് നമ്മൾ ഐറ്റം എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ LR0 ഐറ്റംസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ LR0 ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് തന്നേക്കുന്ന പ്രൊഡക്ഷൻ റൂളിന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് ഉണ്ടല്ലോ, അതായത് ആരോ കഴിഞ്ഞിട്ടുള്ള അപ്പുറത്തുള്ള സ്ഥലം, അവിടെ നമ്മൾ ഒരു ഡോട്ട് സിമ്പൽ കാണുവാണെങ്കിൽ അങ്ങനെ വരുന്ന പ്രൊഡക്ഷൻ റൂളുകളൊക്കെയാണ് നമ്മൾ ഐറ്റംസ് എന്ന് പറയുന്നത്. ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ കുറച്ച് എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഇത് നോക്കിയേ, ഈ എ ടെൻസ് ടു കണ്ടോ ഡോട്ട് എക്സ് വൈ ഇസഡ്, അതായത് ആരോ കഴിഞ്ഞതിന് ശേഷം റൈറ്റ് ഹാൻഡ് സൈഡിൽ അവിടെയാണ് ഡോട്ട് വരുന്നത്. അപ്പൊ ഇങ്ങനെയാണ് കാണുന്നതെങ്കിൽ, ആദ്യമാണ് ഡോട്ട് കിടക്കുന്നെങ്കിൽ, ഡോട്ട് എക്സ് വൈ ഇസഡ് അങ്ങനെ ആദ്യമാണ് കിടക്കുന്നെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? റൈറ്റ് ഹാൻഡ് സൈഡിലെ ഒന്നും പാഴ്സർ സ്കാൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, അതായത് റൈറ്റ് ഹാൻഡ് സൈഡിലെ ഒന്നും പാഴ്സർ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ കേസിൽ എ ടെൻസ് ടു എക്സ് ഡോട്ട് വൈ ഇസഡ് എന്നാണെങ്കിൽ അതിന്റെ മീനിങ് വരുന്നത് എന്താണ്? റൈറ്റ് ഹാൻഡ് സൈഡിൽ പാഴ്സർ എക്സിനെ കണ്ടിട്ടുണ്ട്, വൈയും ഇസഡും ഇതുവരെ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ വൈയെയും ഇസഡിനെ ഇതുവരെ സ്കാൻ ചെയ്തിട്ടില്ലെന്നാണ്. എക്സിനെ സ്കാൻ ചെയ്തു, വൈയെ ഇസഡിനെ ഇനി സ്കാൻ ചെയ്യാനുണ്ട് എന്നാണ്. ഇനി മൂന്നാമത്തെ ഈ ഒരു കേസ് ആണെങ്കിൽ എക്സ് വൈ ഡോട്ട് ഇസഡ് എന്നാണെങ്കിൽ എന്താണ്? പാഴ്സർ എന്ന് പറയുന്നത് എന്താണ്? എക്സിനെയും വൈനെയും സ്കാൻ ചെയ്തു, എക്സിനെയും വൈനെയും കണ്ടിട്ടുണ്ട്,
ഇസഡിനെ മാത്രം കണ്ടിട്ടില്ല. ഇനി ഇസഡിനെയാണ് കാണാൻ പോകുന്നത്. ഓക്കെ, ഇനി ഏറ്റവും ലാസ്റ്റ് ആണ് നമ്മുടെ ഡോട്ട് കിടക്കുന്നെങ്കിൽ എന്താ, എക്സ് വൈ സെഡ്, അതായത് കംപ്ലീറ്റ്, അതായത് മൊത്തത്തിൽ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള എല്ലാത്തിനെയും പാഴ്സർ സ്കാൻ ചെയ്തു അല്ലെങ്കിൽ പാഴ്സർ കണ്ടു എന്നുള്ളതാണ് അതിന്റെ മീനിങ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഡോട്ടിന്റെ പൊസിഷൻ വരുന്നത്. ആദ്യം വരാം, അല്ലെങ്കിൽ ഇടയ്ക്ക് എവിടെയെങ്കിലും വരാം, ലാസ്റ്റ് വരാം. ഏറ്റവും ആദ്യം ഡോട്ട് വന്നു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ മീനിങ്, പാഴ്സർ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒന്നും കണ്ടിട്ടില്ലെന്നാണ്. റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഒരു കാര്യം കണ്ടിട്ടില്ലെന്നുള്ളതാണ്. പിന്നെ ഇൻ ബിറ്റ്വീൻ വരുവാണെങ്കിൽ ഇപ്പൊ എക്സ് കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ എന്താണ്, എക്സ് മാത്രം കണ്ടു, ഇനി വൈ ഇസഡിനെ കാണാനുണ്ട്. ഇനി എക്സ് വൈ ഡോട്ട് ഇസഡ് എന്നാണെങ്കിൽ എന്താണ്, എക്സിനെയും വൈയെയും പാഴ്സർ സ്കാൻ ചെയ്തു, ഇസഡിനെ ഒന്നും ചെയ്തിട്ടില്ല. ഇനി എല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനമാണ് ഡോട്ട് വരുന്നെങ്കിൽ എന്താണ്, റൈറ്റ് ഹാൻഡ് സൈഡിലെ എല്ലാത്തിനെയും പാഴ്സർ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ എല്ലാത്തിനെയും പാഴ്സർ സ്കാൻ ചെയ്തു എന്നുള്ളതാണ് മീനിങ്. ഓക്കെ, അപ്പൊ ഇതിനെ പറയുന്ന പേരാണ് LR0 ഐറ്റംസ്. അപ്പം ഇതെല്ലാം ഐറ്റംസ് ആണ് കണ്ടോ. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ ഒരു ഐറ്റം എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എഴുതുവാണ് S_dot_A കണ്ടോ. അപ്പൊ ഇതൊരു ഐറ്റം ആണ്. ഓക്കെ, ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, റൈറ്റ് ഹാൻഡ് സൈഡിലെ നമ്മുടെ പ്രൊഡക്ഷൻ റൂളിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ എവിടെയെങ്കിലും ഡോട്ട് വരുവാണെങ്കിൽ എന്താണ്, ആ ഒരു പ്രൊഡക്ഷനെ പറയുന്ന പേരാണ് ഐറ്റം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ LR0 ഐറ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ മീനിങ് എന്താണ്, ഈ പാഴ്സർ എന്ന് പറഞ്ഞ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒന്നിനെയും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഡോട്ട് ഏറ്റവും ആദ്യമല്ലേ വന്നേ. ഇനി എ കഴിഞ്ഞിട്ടാണ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ S_A.A എന്നാണ് എഴുതുന്നതെങ്കിൽ പാഴ്സർ എന്താണ്, ഈ ആദ്യത്തെ എ സ്കാൻ ചെയ്തിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ടുള്ളതിനെ ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും കണ്ടിട്ടില്ല എന്നുള്ള, പാഴ്സർ അതിനെ ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല. ഇനി S_A ലാസ്റ്റ് ആണ് ഡോട്ട് വരുന്നെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്, പാഴ്സർ റൈറ്റ് ഹാൻഡ് സൈഡിൽ എല്ലാത്തിനെയും കണ്ടെന്നാണ്. അതായത് റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള എല്ലാത്തിനെയും പാഴ്സർ സ്കാൻ ചെയ്തു എന്നുള്ളതാണ് അതിന്റെ മീനിങ്. അപ്പൊ ഈ ഡോട്ട് മാറുന്നതിനനുസരിച്ച് മീനിങ് മാറുന്നുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പം ഇങ്ങനെ വരുന്ന ഇതുപോലെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഡോട്ട് വരുന്ന പ്രൊഡക്ഷനെ വിളിക്കുന്ന പേരാണ് LR0 ഐറ്റംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ LR0 ഐറ്റം എന്ന് പറയുന്നത്. ഇനിയാണ് നമ്മൾ നെക്സ്റ്റ് വരുന്നത് ക്ലോഷർ ഓപ്പറേഷൻ എന്ന് പറഞ്ഞ ഒരു ഓപ്പറേഷനും കൂടെ നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട്, ക്ലോഷർ ഓപ്പറേഷൻ. ഓക്കെ, അപ്പൊ എന്താണ് ഈ ക്ലോഷർ ഓപ്പറേഷൻ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നെക്സ്റ്റ്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് തന്നേക്കുന്ന പ്രൊഡക്ഷൻ റൂള്. ക്ലോഷർ ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ഓഗ്മെന്റഡ് ഗ്രാമർ എഴുതണം. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓഗ്മെന്റഡ് ഗ്രാമർ എഴുതുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ഓഗ്മെന്റഡ് ഗ്രാമർ എഴുതുക, സ്റ്റാർട്ട് സിമ്പിൾ ഡാഷ് ടെൻസ് ടു സ്റ്റാർട്ട് സിമ്പിൾ, അതാണല്ലോ ഓഗ്മെന്റഡ് ഗ്രാമറിനകത്ത് വരുന്നത് അല്ലെ. നമ്മൾ ഓഗ്മെന്റഡ് ഗ്രാമർ എന്ന് പറഞ്ഞാൽ നമ്മുടെ അഡീഷണൽ ആയിട്ട് ഒരു പ്രൊഡക്ഷൻ റൂൾ നമ്മൾ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. അതെങ്ങനെയാ ചെയ്യുന്നത്, സ്റ്റാർട്ട് സിമ്പിൾ എഴുതുക, ഡാഷ് ഇടുക, എന്നിട്ട് ഒരു ആരോ കൊടുക്കുക, എന്നിട്ട് സ്റ്റാർട്ട് സിമ്പിൾ എഴുതുക. ഓക്കെ, അപ്പൊ ഇ ഡാഷ് ടെൻസ് ടു ഇ, കാരണം ഇ ആണ് നമ്മുടെ സ്റ്റാർട്ട് സിമ്പിൾ എന്ന് പറയുന്നത്. തന്നിരിക്കുന്ന ക്വസ്റ്റിനകത്ത് ഇ ആണ് നമ്മുടെ സ്റ്റാർട്ട് സിമ്പിൾ കണ്ടോ. ഇനി എന്ത് ചെയ്യണം, ബാക്കി എല്ലാം അതുപോലെ തന്നെ എഴുതുക, അതുപോലെ തന്നെ ഒരു വ്യത്യാസവും ഇല്ലാതെ എഴുതുക. ഇ ടെൻസ് ടു ഇ പ്ലസ് ടി ഓർ ടി, പിന്നെന്താ വരുന്നത്, ടി ടെൻസ് ടു ടി ഇൻറ്റു എഫ് ഓർ എഫ്. നെക്സ്റ്റ് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്, എഫ് ടെൻസ് ടു ഓപ്പൺ ബ്രാക്കറ്റ് ഇ ഓർ ഐ ഡി കണ്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഓഗ്മെന്റഡ് ഗ്രാമർ എന്ന് പറയുന്നത് കണ്ടോ. ഓഗ്മെന്റഡ് ഗ്രാമർ ഞാൻ എഴുതി. അപ്പം ക്ലോഷർ ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ആദ്യം ഓഗ്മെന്റഡ് ഗ്രാമർ എഴുതണം. തന്നിരിക്കുന്ന ക്വസ്റ്റിനെ വെച്ചിട്ട് ഓഗ്മെന്റഡ് ഗ്രാമർ എഴുതണം. അതായത് എക്സ്ട്രാ ഒരു പ്രൊഡക്ഷൻ റൂൾ നമ്മൾ ആഡ് ചെയ്യണം. അതായത് എന്താണ്, നമ്മുടെ സ്റ്റാർട്ട് സിമ്പിൾ ഡാഷ് ടെൻസ് ടു സ്റ്റാർട്ട് സിമ്പിൾ, അത്രേ ഉള്ളൂ. അതുകൂടെ ആഡ് ചെയ്തിട്ട് എഴുതുന്നതാണ് നമ്മൾ എന്താ ഓഗ്മെന്റഡ് ഗ്രാമർ. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യുക, ക്ലോഷർ ഓപ്പറേഷൻ എന്ന് പറഞ്ഞൊരു പരിപാടി ചെയ്യുന്നത്. ഓക്കെ, ഇനി ക്ലോഷർ ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ആദ്യം ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു നമ്മൾ എഴുതിയ ആ എക്സ്ട്രാ പ്രൊഡക്ഷൻ ഉണ്ടല്ലോ, പ്രൊഡക്ഷൻ റൂൾ ഉണ്ടല്ലോ, അത് നമ്മൾ എടുക്കുക. നമ്മുടെ എക്സ്ട്രാ പ്രൊഡക്ഷൻ റൂൾ ഇപ്പം ഞാൻ എടുക്കുന്നത് എന്താണ്, ഇ ഡാഷ് ടെൻസ് ടു, ക്ലോഷർ എഴുതാൻ പോവാണ്, ഇ ഡാഷ് ടെൻസ് ടു ഡോട്ട് ഇ എന്നാണ് ഞാൻ എഴുതുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ക്ലോഷർ എഴുതേണ്ടത്. ഇ ഡാഷ് ടെൻസ് ടു ഡോട്ട് ഇ എന്ന് പറഞ്ഞ് എഴുതുക. ഇത് നമ്മൾ ആദ്യം ഇങ്ങനെയാണ് എഴുതേണ്ടത്. അതായത് ഏറ്റവും ആദ്യം ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇ എന്ന് എഴുതണം. അതായത് ആദ്യത്തെ പ്രൊഡക്ഷൻ എടുക്കുക, ഇ ഡാഷ് ടെൻസ് ടു ഡോട്ട് ഇ എന്ന് എഴുതുക. ഇനി നമ്മൾ നോക്കുക, ഈ ഡോട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഇ അല്ലെ. അതായത് ഇപ്പൊ ഒന്നും കണ്ടിട്ടില്ലെന്നുള്ള, അപ്പം ഇതിന്റെ ക്ലോഷർ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ ഇനി ഇതിന്റെ ക്ലോഷർ ആണെങ്കിൽ ഡോട്ട് ഇ എന്നല്ലേ, അങ്ങനെയാണെങ്കിൽ ഇയുടെ എന്ത് ചെയ്യണം, ഇനി നമ്മൾ ക്ലോഷർ കാണേണ്ടത് എന്താണ്, ഇയുടെ ക്ലോഷർ ആണ് കാണേണ്ടത്. അപ്പൊ ഇയുടെ ക്ലോഷർ എന്ന് പറയുമ്പോഴത്തേനും എന്താണ്, ഇയുടെ പ്രൊഡക്ഷനിലേക്ക് വരിക. ഇയുടെ പ്രൊഡക്ഷൻ എന്താണ്, ഇ ടെൻസ് ടു. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഏറ്റവും ആദ്യം ഡോട്ട് ഇട്ട് കൊടുക്കണം. കാരണം
ആദ്യം ഒന്നും സ്കാൻ ചെയ്തിട്ടുള്ള മീനിങ് ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ഡോട്ട് ഇ പ്ലസ് ടി ഓർ ഡോട്ട് ടി. കണ്ടോ? ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യുക? ഇവിടെ നോക്കുമ്പോഴത്തേക്കിന് എന്താണ്? ഇവിടെ ഡോട്ട് ഇ ആണ് അല്ലെ? അപ്പൊ ഈ നമ്മൾ ഓൾറെഡി കവർ ചെയ്തു. ഇനി നോക്കിയേ, ഇവിടെ ഡോട്ട് ടി ഉണ്ട്, അതായത് ഇ ടെൻസ് ടു ഡോട്ട് ടി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ടിയുടെ പ്രൊഡക്ഷൻ നമ്മൾ നെക്സ്റ്റ് എഴുതണം. ടി ടെൻസ് ടു, എന്നിട്ട് എന്ത് ചെയ്യണം? റൈറ്റ് ഹാൻഡ് സൈഡിൽ ആദ്യം ഡോട്ട് ഇടണം. ഡോട്ട് ടി ഇൻറ്റു എഫ് ഓർ ഡോട്ട് എഫ് എന്ന് എഴുതണം. ഓക്കെ. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഡോട്ട് ടി, അതായത് ടിയുടെ പ്രൊഡക്ഷൻ നമ്മൾ എഴുതണം എന്നാ. അപ്പൊ ടിയുടെ പ്രൊഡക്ഷൻ എല്ലാം നമ്മൾ കഴിഞ്ഞില്ലേ? ഇനി നോക്കിയേ, ടി ടെൻസ് ടു എഫ് ആണുള്ളത് അല്ലേ? അങ്ങനെയാണെങ്കിൽ എഫിന്റെ നമ്മൾ എഴുതണം. എങ്ങനെ എഴുതും? എഫ് ടെൻസ് ടു ഡോട്ട് ഓപ്പൺ ബ്രാക്കറ്റ് ഇ ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഓർ ഡോട്ട് ഐ ഡി. കണ്ടോ? ഇപ്പൊ നമ്മൾ എല്ലാത്തിന്റെ എഴുതിയില്ലേ? ഇനി ഈ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡോട്ട് സിമ്പിൾ കഴിഞ്ഞിട്ട് ആദ്യം വരുന്നത് ഈ താഴെ നോക്കി, ഇവിടെ ഡോട്ട് സിമ്പിൾ കഴിഞ്ഞിട്ട് ആദ്യം വന്ന് ഓപ്പൺ ബ്രാക്കറ്റ്, അതെന്താണ്? അത് ടെർമിനൽ ആണ് അല്ലെ? ടെർമിനൽ ആണ്. അപ്പൊ ടെർമിനലിന്റെ ലെഫ്റ്റ് സൈഡിൽ ഡോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇവിടെ നോക്കിയേ, ഐ ഡി എന്ന് പറയുന്നത് നമ്മുടെ ടെർമിനൽ അല്ലേ? അതിന്റെ ലെഫ്റ്റ് സൈഡിൽ എന്താണ്? ഡോട്ട് വന്നു. അപ്പം ടെർമിനലിന്റെ ലെഫ്റ്റ് സൈഡിൽ ഡോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ വെച്ച് ആ ഒരു എന്താണ്, ഈ ഒരു ക്ലോഷർ എഴുതുന്നത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ. അപ്പം ഈ ബാക്കി എല്ലാ കേസിലും എന്താണ്? ഇവിടെ ഈ എന്ന് പറയുന്ന ക്യാപിറ്റൽ ലെറ്റർ ആണ്, അതുകൊണ്ട് എന്താ നോൺ ടെർമിനൽ ആണ്, അതുകൊണ്ട് നമ്മൾ ഇയുടെ എഴുതി. അപ്പൊ ഇവിടെ ടി എന്ന് പറയുന്നത് നോൺ ടെർമിനൽ ആണ്, അതുകൊണ്ട് നമ്മൾ ടിയുടെ അതുപോലെ എഴുതി. എഫ് നോൺ ടെർമിനൽ ആണ്, അതുകൊണ്ട് എഫിന്റെ അതുപോലെ എഴുതി. ഇനി ഇവിടെ വരുമ്പോഴത്തേനും എന്താണ്? ഇവിടെ ഡോട്ട് വന്നേക്കുന്നത് എന്താ? ടെർമിനലിന്റെ സൈഡ് തൊട്ട് പുറകിലാണ് അല്ലെ? ഇവിടെയും ടെർമിനലിന്റെ, അതുകൊണ്ട് ഐ ഡിയുടെയും ഈ ഓപ്പൺ ബ്രാക്കറ്റിന്റെ ഒന്നും നമ്മൾ ക്ലോഷർ എഴുതാൻ പറ്റത്തില്ല നമുക്ക്, കാരണം അവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. കാരണം അത് ടെർമിനൽ സിമ്പൽ അല്ലേ? ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ക്ലോഷർ എഴുതുന്നത്. ക്ലോഷർ എഴുതുന്ന ഒന്നുമില്ല, എല്ലാത്തിന്റെ സൈഡിൽ എന്ത് ചെയ്യുക? തുടക്കം, അതായത് റൈറ്റ് ഹാൻഡ് സൈഡിൽ തുടക്കത്തിൽ നമ്മൾ ഡോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഡോട്ട് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക? എല്ലാ പ്രൊഡക്ഷൻ റൂളും എഴുതിയാൽ മതി. ഡോട്ട് ഇട്ടിട്ട് എല്ലാ പ്രൊഡക്ഷൻ റൂളും എഴുതുക. എഴുതിയിട്ട് ടെർമിനലിൽ വരുമ്പോഴത്തേക്കിനും, ടെർമിനലിന്റെ തൊട്ട് പുറകെ ഡോട്ട് വരുമ്പോഴത്തേക്കിനും ആ ഒരു എന്താ ഇങ്ങനെ എഴുതുന്ന അവിടെ വെച്ച് അങ്ങ് നിർത്തുക. ഓക്കെ. അതാണ് നമ്മുടെ ക്ലോഷർ എന്ന് പറയുന്നത്. ഓക്കെ. ഇനിയിപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു എക്സാമ്പിൾ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടോ? ക്ലോഷർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പ്രൊഡക്ഷൻ റൂൾ. ഇതിന്റെ ക്ലോഷർ എന്താന്ന് പറയാൻ പറ്റുമോ? ടി ടെൻസ് ടു ടി ഡോട്ട് സ്റ്റാർ എഫ് എന്നാണ് അല്ലെ? ഇതാണ് നമ്മുടെ ഈ തന്നിരിക്കുന്ന പ്രൊഡക്ഷൻ റൂൾ എന്ന് പറഞ്ഞത്. അപ്പൊ ഇതിന്റെ ക്ലോഷർ എങ്ങനെയാണ് എഴുതുന്നത്? കാരണം ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കിയാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മുടെ സ്റ്റാർ എന്ന് പറയുന്നത് ഇതെന്താണ്? ഇത് ടെർമിനൽ സിമ്പൽ ആണ്. ടെർമിനലിന്റെ പുറകിൽ ഡോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ? ഫർദർ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് നമുക്ക് ഫർദർ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇത് ഇവിടെ വെച്ച് നിർത്തേണ്ടി വരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഇവിടെ വെച്ച് നിർത്തി, കാരണം ഇതിനും ക്ലോഷർ എഴുതാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ. ഓക്കെ. കാരണം എന്താണ്? ഈ ഡോട്ട് വന്നിരിക്കുന്നത് എന്തിന്റെ പുറകിലാണ്? ഈ ഒരു ടെർമിനൽ സിമ്പലിന്റെ പുറകിലാണ് ഡോട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ നമുക്ക് ഫർദർ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ. ഇപ്പം വേറൊരു എക്സാമ്പിൾ നോക്കിയാൽ, ഇപ്പം എസ് ഡാഷ്, ഇപ്പം ഞാൻ പറയുകയാണ്, ഇപ്പം ഇതൊരു ഗ്രാമർ ആണ്. എസ് ഡാഷ് ടെൻസ് ടു എസ്. ഇത് നമ്മുടെ ഓഗ്മെന്റഡ് ഗ്രാമർ ആണ് ഞാൻ എഴുതാൻ പോകുന്നത്. എസ് ടെൻസ് ടു എ, then a tends to small letter a or b. ഓക്കെ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇനി ഇതിന്റെ ക്ലോഷർ എങ്ങനെ എഴുതുന്നത്? ഇതിന്റെ ക്ലോഷർ എഴുതുന്നത് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ഈ ഏറ്റവും ആദ്യത്തെ പ്രൊഡക്ഷൻ എഴുതുക, ഓഗ്മെന്റഡ് പ്രൊഡക്ഷൻ എഴുതുക. എസ് ഡാഷ് ടെൻസ് ടു, എന്നിട്ട് ഡോട്ട് എസ് എന്ന് എഴുതുക. അപ്പൊ നോക്കിയേ, എസിന്റെ പുറകിലാണ് ഈ ഡോട്ട് വന്നേക്കുന്നത്. എസ് എന്ന് പറയുന്നത് എന്താണ്? നോൺ ടെർമിനൽ ആണ് അല്ലെ? ക്യാപിറ്റൽ ലെറ്റർ ആണ്. അപ്പൊ എന്ത് ചെയ്യുക? എസിന്റെ പ്രൊഡക്ഷനിലേക്ക് വരിക. എസ് ടെൻസ് ടു, എന്നിട്ട് അവിടെ എന്ത് ചെയ്യുക? റൈറ്റ് ഹാൻഡ് സൈഡിൽ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക, എ. ഇനി നോക്കിയേ, ഈ എയുടെ പുറകിലാണ്. അപ്പൊ എ ക്യാപിറ്റൽ ലെറ്റർ അല്ലേ? അങ്ങനെയാണെങ്കിൽ എയുടെ പ്രൊഡക്ഷനിലേക്ക് നമ്മൾ തിരിച്ചു വരിക. എയുടെ പ്രൊഡക്ഷനിലേക്ക് വരുമ്പോഴത്തേനും എന്ത് ചെയ്യുക? എ ടെൻസ് ടു, അവിടെ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ഡോട്ട് ഇട്ട് കൊടുക്കുക. ഡോട്ട് എ, ഇതല്ലേ പ്രൊഡക്ഷൻ? എ ഡോട്ട് ബി എന്ന് വരും. ഇനി ഫർദർ ആയിട്ട് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഈ ഡോട്ട് വന്നേക്കുന്നത് എന്താണ്? നമ്മുടെ ടെർമിനൽ, അതായത് ടെർമിനൽ സിമ്പലിന്റെ പുറകിലാണ്. കണ്ടോ? ഈ എ എന്ന് പറഞ്ഞ ടെർമിനൽ സിമ്പൽ അല്ലേ? ഇവിടെ നോക്കി, ഇതും ടെർമിനൽ സിമ്പൽ അല്ലേ? ബിയുടെ. അപ്പൊ ഇത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ ക്ലോഷർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇപ്പൊ ക്ലോഷർ എന്താന്നുള്ളത് ഏകദേശം പിടികിട്ടി കാണും എന്ന് വിചാരിക്കുന്നു. ഓക്കെ. ഇനിയുണ്ട് നമ്മൾ. അപ്പൊ ഇത്രയും നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്, ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ. അപ്പൊ ബാക്കി നമ്മൾ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. താങ്ക് യു.